എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ 65 ആണ്, അല്ലെങ്കിൽ ഗോബി 65. നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ 65 ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു 2 കോളിഫ്ലവർ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവും. പുഴുവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടി പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. അതിലേക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഇട്ട് വയ്ക്കുക. കോളിഫ്ലവർ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കരുത്, അപ്പോൾ അത് ഒരുപാട് വെന്ത് പോകും. ഇതേപോലെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊടി തയ്യാറാക്കിയെടുക്കാം, മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യം 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2.5 സ്പൂണ് റവയാണ്. കോൺഫ്ലോറും റവയും തുല്യ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 സ്പൂണ് റവയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇനി അടുത്തത് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് കായം, ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണ് കായം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ കലക്കിയെടുക്കുക. അപ്പോൾ ഇത് ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ആക്കിയെടുക്കരുത്. ഒന്നെങ്കിൽ ഇതുപോലെ മാവ് തയ്യാറാക്കിയിട്ട് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെ ഉള്ളിലേക്ക് തന്നെ കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടായാലും കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പം ഞാൻ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം. ഒരുപാട് വെള്ളമൊഴിച്ച് കലക്കി എടുത്തിട്ടില്ല. അതായത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവമില്ലേ, അതുപോലെ ഒന്നും ആക്കി എടുക്കുന്നില്ല. ഇതേപോലെ ഒരു കുഴഞ്ഞ ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിനാണ് ആക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കോളിഫ്ലവറൊക്കെ വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ എടുക്കുക. വെള്ളം നന്നായിട്ട് അരിച്ച് കളഞ്ഞിട്ട് എടുക്കുക. ഇതിൽ ചെറിയൊരു നനവുണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കോളിഫ്ലവർ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ മാവ് ഫുള്ള് ഈ കോളിഫ്ലവറിൽ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലും ഓവർ ആവരുത്. നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ മാവിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കുമല്ലോ, ആ ഒരു പരുവത്തിലൊന്നും ആക്കിയെടുക്കരുത്. ഇതേപോലെ ഇത്തിരി മാവ് കുഴഞ്ഞിരിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പച്ചക്കറി അല്ല, കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു 2 സവാളയും ഒരു 10-12 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയെക്കാളും ഇതുപോലെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവും നല്ലത്. ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇങ്ങനെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രീസറിലല്ല, 20 മിനിറ്റ് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം. അതിന് ശേഷം വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഞാനത് മാവ് കലക്കി വെച്ച ശേഷം അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നിർബന്ധമായിട്ടും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം വേണം ഇതേപോലെ എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട്. എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക. ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതോടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് ആ കോട്ടിങ് പിടിച്ചിട്ടുണ്ട് കോളിഫ്ലവറിൽ. ഇതേപോലെ രണ്ടാമത്തെ സെറ്റും തയ്യാറാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇത് ഇടുന്നത്. അപ്പോൾ കയ്യിലേക്കൊന്നും എണ്ണ തെറിക്കാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ മാവ് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല റെഡ് കളറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇവിടെ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മാറി നിൽക്കുക കേട്ടോ. ചിലപ്പോൾ അത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആ പച്ചമുളകിൻ്റെ ആ ഒരു അരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും, കടുകൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ പച്ചമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടി എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് ആ എണ്ണയുടെ ചൂടിൽ കിടന്ന് ഫ്രൈ ആയിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വറുത്തെടുത്ത കറിവേപ്പിലയും പച്ചമുളകും ഗോപിയുടെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള ഉണ്ട്, അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ gobi65. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, അത്യാവശ്യം സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ.